എല്ലാവർക്കും നമസ്കാരം. ജയ്ക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ആ ഒരു ഫൈറ്റല്ല എൻ്റെ ചെയ്തിട്ടുണ്ട്, സുക്കുണായിട്ടുള്ള ഒരു ഫൈറ്റല്ല. സോ അതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിലായിട്ട് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മളെ മേഗുമി കണ്ണ് തുറക്കുന്നതാണ് കാണിക്കുന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ നൊബാരിയും അതുപോലെ തന്നെ യൂജിയും കൂടി എന്തോ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബോക്സൊക്കെ ഉണ്ടാക്കുന്നത് കാണാണ്. സോ അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി സർപ്രൈസൊക്കെ പൊളിഞ്ഞു. എന്നിട്ട് ഇവർ 3 പേരും കൂടി മീറ്റപ്പ് ചെയ്തിട്ട് ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. സോ അതിൽ നമ്മുടെ നൊബാര പറയേണ്ടത് നമ്മളെ ഗോജോ സെൻസ് 2 ലെറ്റേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മരിക്കുന്ന മുമ്പായിട്ട്. അത് മീൻസ് ആ സുക്കുൻ്റെ ഫൈറ്റിന് മുമ്പ് 2 ആൾക്കായിട്ട് മാറ്റി വെച്ച ലെറ്റേഴ്സാണ്. അത് ആർക്കൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂജിക്കില്ല, പകരം മേഗുമിക്കും അതുപോലെ തന്നെ നൊബാരയ്ക്കും. നമ്മുടെ ഗോജോ നൊബാറിൻ്റെ ലെറ്ററിൽ പറയുന്നത് ഇത്ര മാത്രം: നൊബാറിൻ്റെ അമ്മ എവിടെയാണെന്ന് പറ്റിയുള്ള കറണ്ട് ലൊക്കേഷൻ. അവൾക്ക് അതിന് താല്പര്യമില്ല പറഞ്ഞ് പറയാണ്. മെഗുവിനെ നോക്കുകയാണെങ്കിൽ അത് നമുക്കൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് അവൻ ചിരിച്ചുകൊണ്ട് തന്നെ ആ ലെറ്റർ അവിടെ അങ്ങനെ വെക്കുകയാണ്. അതിലെന്താ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗോജ് ജസ്റ്റ് ഇങ്ങനെ പറയണം: അൺഫോർച്ചുനേറ്റ്ലി യുവർ ഡാഡി ഈസ് ഡെഡ് ആൻഡ് ഐ ബറിഡ് ഹിം ബിക്കോസ് ഞാനാണ് അവനെ കൊന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ആ ലെറ്റർ അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ നൊബാര ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഫുഷിബുരു വണ്ടി അത് വരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഉണ്ടാവുകൊണ്ട് പറയാണ്. അപ്പോൾ നമ്മൾ മെഗുമി പറയേണ്ടത് എനിക്ക് എല്ലാവരോടും മാപ്പും താങ്ക്സും പറയണം. അപ്പോൾ അവൾ പറയും ഇതൊന്നും അതിൽ പറയേണ്ട ആവശ്യമില്ല, ഇത് വേറെയാണ് എന്നിട്ട് പറയുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ യൂജി പറയുന്നത് ഒക്കുട്സിനെ പറ്റിയിട്ടാണ് ഇത് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒക്കുട്സ് സർവൈവ് ചെയ്തോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണിക്കുന്നത്, ഫസ്റ്റ് പേജിൽ കാണിക്കുന്നത് നമ്മുടെ മെയ് ഒരു ഓൾഡ് ലേഡീൻ്റെ സ്റ്റോറിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് എന്തോ ഒന്ന് വാങ്ങുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ഒക്കുട്സിനോട്. മൂപ്പർ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അതായത് നമ്മളെ ഗോജോൻ്റെ ബോഡിയിലായിട്ടാണ് മൂപ്പർ ബോധം വിട്ട് പോയെങ്കിലും ബോധം ഇല്ലാണ്ടായി പോയെങ്കിലും നമ്മളെന്താ പറയുക, റിക്ക ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു RCT റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്ത കാരണം ആൾക്ക് ആളുടെ പഴയ ബോഡീനെ റിട്രീവ് ചെയ്തെടുക്കാൻ സാധിച്ചു. ബട്ട് ഇപ്പോഴും ആ സ്റ്റിച്ചസ് ആളുടെ ഈ ഒരു ബോഡിയിൽ തന്നെയുണ്ട്. പഴയ ബോഡിയിൽ എത്താൻ സാധിച്ചെങ്കിലും ഇപ്പോഴും ആ സ്റ്റിച്ചസ് പോകാതെ അവിടെ തന്നെ കിടപ്പുണ്ട്. ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടെ മൈനസും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഹിഗറോമയാണെങ്കിൽ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യൂസക്കാബയും അതുപോലെ തന്നെ മാക്കി ഞാൻ സ്റ്റാർട്ടിൽ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഡിസ്കഷനല്ലേ നമ്മൾ ഐ എം സോറി അപ്പം മാക്കി സോറിക്ക് നിന്നെ കഷ്ടപ്പ് വെച്ചാൽ മതി, ഇവിടുത്തെ അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞിട്ട് വീണ്ടും ഒരു ഒക്കുട്സിനൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ മാക്കി. സോ ഇതിൻ്റെ ഇടയിലായിരിക്കും മറ്റൊരു കാര്യം കൂടി പറയുന്നത്. അതായത് ന്യൂ ഷാഡോ ടെക്നിക്കിൻ്റെ പുതിയൊരു മാസ്റ്ററായിട്ട്, അതായത് മെയിൻ ഹെഡായിട്ട് ഇപ്പോൾ നമ്മുടെ കുസകാബി ആയിട്ടുണ്ട്. സോ മുമ്പ് താങ്ക്സ് ടു മെയ് എന്ന് പറയുന്നത് നമ്മുടെ യുഇ അതിന് കാരണം ഈ ഒരു പുതിയ ഹെഡ് നമ്മുടെ കുസകാബെ പുതിയ ഹെഡാനുള്ള റീസൺ തന്നെ മെയ്മയാണ്. സോ ഈ ഒരു ന്യൂ ഷാഡോ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രേഡ് സീക്രട്ടായി ജനറേഷൻ വഴി കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. സോ ഇപ്പോൾ ഒരാൾക്ക് ഇത് പാസ് ചെയ്യണമെങ്കിൽ അയാൾ എക്സ്ചേഞ്ച് ആയിട്ട് അതിൻ്റെ ലൈഫ് സ്പാൻ തന്നെ കൊടുക്കേണ്ടി വരും. സോ ഈ ഒരു ലൈഫ് സ്പാന് ആർക്ക് പോകുന്നത് കഴിഞ്ഞാൽ മെയിൻ മാസ്റ്ററൊക്കെയാണ്. ഈ ഒരു ഹെഡിനായിരിക്കും അവരുടെ ഈ ലൈഫ് സ്പാൻ തന്നെ കിട്ടുന്നത്. സോ അയാൾ എത്ര കൊല്ലം വേണമെങ്കിൽ നമ്മുടെ ഈ ലൈഫ് സ്പാൻ കൊണ്ട് ജീവിക്കും. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ. സോ ഇപ്പോൾ എൻ്റെ ഹെഡ് നമ്മുടെ കുസക്കാബിയാണ്. സോ കുസക്കാബി മുതൽ ഇനി ആർക്ക് വേണമെങ്കിൽ ഈ ഒരു ന്യൂ ഷാഡോ സിമ്പിൾ ഡൊമൈൻ പഠിക്കാൻ സാധിക്കും. അതെങ്ങനെ നമ്മൾ മെയിൻ ചെയ്തു പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചില്ല ഒരു ഓൾഡ് ലേഡി. അതായിരുന്നു ഇപ്പോഴത്തെ കറൻറ്റ് ഹെഡ് എന്ന് പറയുന്നത്. സോ ആ കറൻറ്റ് ഹെഡിനെ തന്നെ മെയിൻ തട്ടിക്കളഞ്ഞു. സോ ഇപ്പോഴത്തെ ഹെഡ് ഇപ്പം നമ്മുടെ കുസക്കാബിയായി മാറി. അപ്പോൾ അവർ തള്ള ചോദിക്കുന്നത് നീ ഇതെങ്ങനെ അറിഞ്ഞു എന്നെ പറ്റി, ഞാനാണ് ഇപ്പോൾ കറൻറ്റ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെയൊന്നും അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പറഞ്ഞു താങ്ക്സ് ടു ടെങ്ങൻ്റെ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവൾ ഈ തലേനെ കണ്ടുപിടിക്കുകയും ചെയ്തു, തീർക്കുകയും ചെയ്തു. പിന്നെ അടുത്ത ചാപ്റ്റർ നമുക്ക് കാണിക്കുന്നത് ഒരു ഗ്രേവാണ്. അവിടെ നമ്മുടെ മെഗുമി അതുപോലെ തന്നെ ഷോക്കുണ്ട്. സോ ഈ ഒരു ഗ്രേവ് ആരെന്നെ പറയുന്നത് മെഗുമിൻ്റെ സിസ്റ്ററിൻ്റെയാണ്. ആ ഒരു ഗ്രേവിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെഗുമി ഷോക്കിനോട് പറയുന്നത് താങ്ക്സ് ഫോർ എവരിത്തിങ് പറഞ്ഞിട്ട്. സോ ഈ ഒരു ബോഡിനെ നല്ല രീതിക്ക് എന്താ പറയുക ബറി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതിനെയാണ് നമ്മളെ ഷോക്കുനെ ഇപ്പോൾ മെഗുമി താങ്ക്സ് എന്നൊക്കെ പറയുന്നത്. സോ ആഫ്റ്റർ ലൈഫിലും നല്ല രീതിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഷോക്കോ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടു. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എനിക്ക് ആഫ്റ്റർ ലൈഫിലും വിശ്വാസമില്ല, അത് വേറൊരു കാര്യം. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്ന ഒരു മറ്റൊരു കാര്യമാണ് ആ ഒരു നാറി ദാറ്റ് മോറൻ ഷുഡ് ഹെൽപ്പ് മീ ടു ഹാൻഡിൽ ഗെറ്റോസ് ബോഡി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗെറ്റോൻ്റെ ബോഡി ഇപ്പോൾ നമ്മുടെ ഷോക്കോൻ്റെ കയ്യിലല്ല മറ്റൊരാളുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഇപ്പോൾ ആരായിരിക്കും എന്നൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മേഗുമിക്ക് ഒരു കോളും വരുന്നുണ്ട്. സോ ആ ഒരു എക്സാക്ട് ടൈമിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കാണിക്കുന്ന പറഞ്ഞാൽ ഷോക്കോ അവളുടെ ഒരു സ്മോക്കിംഗ് എന്നൊരു ഹാബിറ്റ് അവിടെ വെച്ച് തന്നെ നിർത്താണ്. ആ ഒരു കോളിൽ പറയുന്നത് ഇങ്ങനെയാണ് മെഗുമിക്ക് വന്നത് നമ്മുടെ ടെങ്ങിൻ്റെ റിമൈനിങ് സുക്കൂണെ ഹൈഡ് ചെയ്ത് വെച്ചത് കണ്ടെത്തി. സോ ഇപ്പോൾ ആ ഒരു പ്ലേസ് ഇപ്പോൾ സീൽ ചെയ്തൊക്കെയാണ് നമ്മുടെ ഉട്ടാഹിമി അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് മാനും കൂടിയിട്ട്.
പിന്നെയുള്ളതെല്ലാം കാണിക്കുന്നത് ഈ ഒരു ബാറ്റിന് ശേഷമുള്ള ഹാപ്പി ഫേസസ് ആണ്. ഇപ്പോൾ നമ്മുടെ മാക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മാക്കിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സുമോ പ്ലെയറിനെ അതുപോലെ തന്നെ കത്തനെ മെയിനും പുതിയൊരു കത്തനെ നമ്മുടെ കത്തനെ മെയിനും നമ്മൾ മാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സുമോ പ്ലെയറിനകത്ത് കത്തനെ മെയിനത്തും പറയാണ്, നീ മര്യാദയ്ക്ക് നടക്കുക, നീ ഞങ്ങളുടെ വഴിക്ക് വരാൻ നിൽക്കരുത്, വന്നാൽ എപ്പോഴേ ഉള്ളൂ എന്ന് പറയുകയാണ്. സോ നമ്മുടെ കത്തനെ മെയിൻ പിന്നെ നമ്മുടെ മാക്കിങ്ങായിട്ട് ഒരു സ്നേഹത്തോടെ ഒരു ഡ്യൂലിന് വെക്കുകയാണ്. ഇനി ഒരു ആക്സ് ആയിട്ടുള്ള ഫൈറ്റ് വിളിക്കി മാക്കി ഇന്നെ ആക്സ് കൊണ്ട് എന്നെ കട്ട് ചെയ്ത് കളയുമെന്ന് പറയാം. അതിനൊരു ചിരി നൽകിയിട്ട് നമ്മുടെ മാക്കി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഹാപ്പി ഫേസസ് കാണിക്കുകയാണ്. ഈ ഒരു മാഗസിൻ കോമിക്ക് കൊണ്ട് നടക്കുന്നവന് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു കോമിക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടക്കാവ ഇപ്പോൾ പുതിയ സ്കിറ്റും കാര്യങ്ങളോട് പ്ലാൻ ചെയ്യാം. അത് കൂടെ നിൽക്കുന്ന പാർട്ട്ണർ ആരായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെറ്റോ ആണ്. സോ ഇത് നമ്മളെ ഗെറ്റോൻ്റെ ബോഡി ഇപ്പോൾ ആരെടുത്തേക്കും കൂടി ഒരു ഐഡിയ ഇല്ല. പിന്നെ നമ്മുടെ യൂജിനെ ബുള്ളി ചെയ്യാൻ നോക്കിയിട്ട് പണി കിട്ടിയിട്ടുള്ള ഒരു തന്നെയില്ലേ നമ്മുടെ ഈ ഒരു ഫൈറ്റിനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്ത അവൻ ബുള്ളി ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിനെ പോയി കണ്ട് മാപ്പൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോമ ഇതെല്ലാം പൊടി തട്ടി ഈ ഒരു ബാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആളുടെ കോർട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. കൂടെ വേറൊരു അസിസ്റ്റൻറ്റും കൂടി കാണും. സോ അങ്ങനെ ഓരോ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മെഗുമിനെ നോക്കുകയാണെങ്കിൽ മെഗുമിൻ നേരെ പോയിട്ട് നമ്മുടെ ഹനേൻ്റെ അടുത്ത്, അതായത് അനാപുരുഷു നമ്മുടെ ഏഞ്ചലിൻ്റെ അടുത്ത് സോറി കാര്യങ്ങളൊക്കെ പറയണം. അവളുടെ കൈയൊക്കെ പോയല്ലോ, ഒരുമാതിരി ദ്രോഹിച്ചിനൊക്കെ അപ്പോളജീസ് ചെയ്യാം. പക്ഷേ അപ്പോൾ ഒരുമാതിരി മെഗുമിനെ കാണുമ്പോൾ ഷൈ ആയി നിൽക്കുകയാണ്. എന്നിട്ട് സോറിയൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുമാതിരി ഒരു ഫീലിംഗ് ഒക്കെ വന്നിട്ട് ആ ഒരു ഭാഗം അവിടെ നിന്ന് കഴിയാണ്. പിന്നെ നമുക്ക് കാണിക്കുന്നത് എന്താ പറയുക, ഈ ഒരു JJK വേൾഡിലാണ്. അവിടെ ഒരു ലേഡി നേരെ ആളുടെ ഹസ്ബൻഡ് കാണാൻ വരുമ്പോൾ ആളുടെ ഒരു ഫേസ് കണ്ടിട്ട് എന്നെ പേടിക്കുകയാണ്. സോ പിന്നീട് കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ 3 പേരിനെയാണ്, മെത്തേഡുകളിൽ നൊബാര, മെഗുമിൻ, അതുപോലെ തന്നെ നമ്മുടെ യൂജി. സോ ഇപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസുകളിലെയും അതുപോലെ തന്നെ കേസ് സ്പിരിറ്റുകളിൽ ഇല്ലാതാക്കുന്ന മെയിൻ ജോബ് നിൽക്കുകയാണ്. സോ പഴയ പോലെ ഇവർ 3 പേരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഓരോ സ്പിരിറ്റിനെയും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്ന ഓരോ കേസ് യൂസേഴ്സിനെയും പിടിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ മെയിൻ ജോലി. ഇപ്പം നമ്മുടെ യൂജി നമ്മുടെ ഗോജോ ആയിട്ടുള്ള ലാസ്റ്റ് ട്രെയിനിങ് ഈ ഒരു ബാറ്റിന് മുമ്പ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇവർ പിടിച്ചിട്ടുള്ള ഒരാളോട് അവൻ പറയുകയാണ്. അതായത് നമ്മുടെ ഗോജോ പറയുന്നത്, യൂജി നീ എപ്പോഴും കോൺഫിഡൻസ് വേണം, ഓവർ തിങ്കിങ് നിന്നെ എപ്പോഴും പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കും. യൂജി ഐ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം യു. ഇതേപോലെ തന്നെ ആ ഒരു ആളോടും ആ ഒരു പേഴ്സണോടും നമ്മുടെ യൂജി പറയാണ്. എന്നിട്ട് നമ്മുടെ യൂജിനോട് നമ്മുടെ മെഗും പറഞ്ഞു, നീ ആ ഒരു സാധാരണ നല്ല രീതിക്ക് സൂക്ഷിച്ചിട്ടില്ലേ, അതിന് മേലെ ഒരു ടേൽസ്മാനൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ, സേഫ് അല്ലേ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ യൂജി അതൊന്നും കെയർ ആയിട്ട് എടുക്കണില്ല, ദാറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണിക്കുന്നത് മറ്റൊരു വേൾഡാണ്. അവിടെ നമ്മുടെ സുഖ 3rd ടൈം ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എത്താണ് നമ്മൾ മക്കിറ്റോ ആയിട്ട്. സോ നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ച് ഫിലോസഫി അടിക്കാൻ നമ്മുടെ സുഖമാണ് നമ്മുടെ മെഗുമിയല്ല മക്കിറ്റോൻ്റെ മുന്നിൽ. എന്നിട്ട് നമ്മുടെ സുഖണ് പറയട്ടെ, ഞാൻ എപ്പോഴും പേടിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉള്ളിലുള്ളപ്പെടുന്ന സോൾസും കേഴ്സിനും ഞാൻ തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കെതിരെ എപ്പോഴും തിരിയും പറഞ്ഞിട്ട്. ഞാൻ എന്താണ് ഈ ഒരു ഫിയർ എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നും എല്ലാം ഞാൻ മനസ്സിലാക്കി പറഞ്ഞിട്ട് ഒരു പീസ് ഐഡിയോളജിയിൽ ഫോളോ ചെയ്യണം നമ്മുടെ സുക്കുണെ കണ്ടിട്ട് ടെൻഷനായിട്ട് എന്താ പറയുക, ഈ പീസ് ആൾക്ക് തീരെ പിടിച്ചിട്ടില്ല നമ്മുടെ മക്കിറ്റോന്. എന്നിട്ട് നമ്മുടെ സുക്കുണ മറ്റൊരു ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ മക്കിറ്റോ ആ മറ്റൊരു ഭാഗത്തിലേക്ക് തിരിയുന്നതായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് എവിടെ നിന്നാണോ ഈ ഒരു ഫസ്റ്റ് ഫിംഗർ നമ്മുടെ മെഗുമിക്ക് കിട്ടി, സോ മെഗുമിയല്ല നമ്മുടെ യൂജിൻ ടീംസിന് കിട്ടിയത് അതേപോലെ അതേ ഒരു പ്ലേസിൽ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഫിംഗറും കൂടി നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു ഫിംഗറിനെയാണ് നീ സേഫായിട്ട് വെച്ച് പറഞ്ഞിട്ട് മെഗുമി യൂജിനോട് ചോദിച്ചത്. അങ്ങനെ കൂട്ടുകാരി ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്താണ്. അങ്ങനെ നമ്മൾ JJKൻ്റെ ഒരു മെയിൻ സംഭവം എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോസ് ഇടാത്ത മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു സ്ഥലത്താണ്. സോ ഞാൻ ജോലിൻ്റെ ആസ്പദമായിട്ട് വന്നിരിക്കുകയാണ്. സോ എനിക്കിപ്പോൾ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. സോ എന്നാലും ചെറിയ ലോങ് വീഡിയോസ് അല്ലാത്ത വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, ഷോർട്സൊക്കെ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.